PM ശ്രീയിലെ നിലപാടിൽ അടിമുടി മലക്കം മറിഞ്ഞ വി ഡി സതീശൻ സർക്കാർ. PM ശ്രീയിൽ നിന്ന് പിന്മാറില്ല. കേന്ദ്ര ഫണ്ട് വാങ്ങിയതിനാൽ പിന്മാറ്റം അസാധ്യം. കേന്ദ്ര ഫണ്ട് എന്തിനു പാഴാക്കണമെന്ന് ചോദ്യം. വർഗീയ അജണ്ട നടപ്പാക്കില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. പദ്ധതി നടത്തിപ്പിന് മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. LDF സർക്കാർ പണം കൈപ്പറ്റിയതിനാലാണ് പദ്ധതി തുടരാൻ കേരളം നിർബന്ധിതരായതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 265 സ്കൂളുകളിലാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുക. എന്നാൽ കേന്ദ്രവുമായുള്ള MOU കഴിഞ്ഞ സർക്കാർ മരവിപ്പിച്ചു എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ പ്രതികരണം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വി ഡി സതീശൻ പറയുന്നതെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. PM ശ്രീ പദ്ധതി തുടരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ടുണ്ടെന്നും SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ PM ശ്രീ നടപ്പാക്കില്ലെന്ന് വ്യാപകമായ പ്രചാരണം നടത്തിയ UDF നേതാക്കൾ മുൻ നിലപാടിൽ നിന്ന് യു-ടേൺ അടിക്കുന്നത് എന്തുകൊണ്ട്? PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ആകില്ലെന്ന് മുൻ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റിദ്ധാരണ പരത്താനോ? കാണാം RDX. PM ശ്രീ പദ്ധതിയുടെ പണം കൈപ്പറ്റിയതിനാൽ ആശയപരമായ എതിർപ്പുണ്ടെങ്കിലും പദ്ധതി തുടരാൻ കേരളം നിർബന്ധിതരാണ് എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാട്. പാഠ്യപദ്ധതിയും പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളും സംസ്ഥാനം തീരുമാനിക്കും. ഇതേക്കുറിച്ച് പരിശോധിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായി 4 അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചു. വിദ്യാഭ്യാസ അവകാശങ്ങൾ ബലികഴിക്കാതെ പദ്ധതി നടപ്പാക്കാനുള്ള വഴിയാണ് സർക്കാർ തേടുന്നതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് പോലും മുൻ സർക്കാർ അയച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. എന്നാൽ ഒപ്പിട്ട ശേഷമുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്രവുമായുള്ള MOU മരവിപ്പിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. വി ഡി സതീശൻ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. PM ശ്രീ പദ്ധതി തുടരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ടുണ്ടെന്നും SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് മുൻ സർക്കാർ സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീയുമായി UDF സർക്കാർ സഹകരിക്കാൻ തീരുമാനിച്ചതോടെ വരും ദിവസങ്ങളിലും വിഷയം സജീവമാക്കി നിർത്താനാണ് LDF തീരുമാനം. RDX ന്യൂസ് മലയാളം. ഇനി ഈ വിഷയത്തിൽ ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങളിലേക്കാണ്. PM ശ്രീയിൽ നിന്ന് സംസ്ഥാനം പിന്മാറില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലെ വർഗീയ അജണ്ട നടപ്പാക്കില്ലെന്നും കേന്ദ്ര ഫണ്ട് വാങ്ങിച്ചെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതാദ്യം കേൾക്കാം. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിൻ്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ലല്ലോ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് അവർ നൽകുന്ന ഔദാര്യമല്ല. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞ സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. എന്നാൽ ഒപ്പിട്ട ശേഷമുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്രവുമായുള്ള MOU മരവിപ്പിച്ചു എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രതികരിച്ചത്. ഒപ്പിട്ട് പ്രതിസന്ധി ഉണ്ടാക്കിയത് കഴിഞ്ഞ സർക്കാരാണെന്നും അവർ ചെയ്ത അതേ പണിയാണ് തങ്ങളും ചെയ്യുന്നതെന്നും N. ഷംസുദ്ദീൻ പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ പോയിട്ടില്ല. ഈ വിഷയത്തിൽ ഒപ്പിട്ടതിന് ശേഷം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു. LDF വിഷയങ്ങളുണ്ടായി. തുടർന്ന് അവർ ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത് എന്താ? ഞങ്ങളൊരു മന്ത്രിസഭ ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം അറിയിക്കുന്നത് വരെ ഈ ഒപ്പിട്ട കരാർ തൽക്കാലം കെപ്റ്റ് ഇൻ അബെയൻസ് തൽക്കാലം നിർത്തിവെക്കുക. PM ശ്രീയിൽ തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കരിക്കുലം സംബന്ധിച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് കേരളത്തിനുള്ളത് എന്നും മന്ത്രി P. K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. LDF സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഫണ്ട് വാങ്ങിയെന്നും ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഉപസമിതി പരിശോധിക്കുകയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിലവിൽ ഒപ്പിട്ട സ്ഥിതിയാണ്, ഫണ്ട് വാങ്ങിയ സ്ഥിതിയുമാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാനാണ് ഉപസമിതിയെ വെച്ചിരിക്കുന്നത്. കരിക്കുലം കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ കരിക്കുലത്തിൽ ഫ്രീഡമില്ലാത്ത സ്ഥിതി കേരളം ഒരിക്കലും അംഗീകരിക്കില്ല. ഒപ്പിട്ടത് കൊണ്ട് കമ്മിറ്റഡാണ് കഴിഞ്ഞ ഗവൺമെൻറ്.
പക്ഷേ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് വെച്ച കമ്മിറ്റി പരിശോധിക്കും. PM ശ്രീ പദ്ധതി ഉപസമിതിക്ക് വിട്ടത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും റിപ്പോർട്ട് പുറത്തു വന്നാൽ അപ്പോൾ സംസ്ഥയുടെ നിലപാട് പറയാമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. 3 അംഗ സമിതിയോ 4 അംഗ സമിതിയോ രൂപീകരിച്ചിട്ടുണ്ട്. ആ രൂപീകരിക്കപ്പെട്ട ആ 3 അംഗ സമിതി 4 അംഗ സമിതി അവർ കൂടി ആലോചിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കുക. അതിൻ്റെ ശേഷം നമുക്ക് പ്രതികരിക്കാം. സമസ്ത നിലപാട് ഞാൻ പിന്നെ പറയും. അവരിപ്പോൾ 3 അംഗ 4 അംഗമൊക്കെ അംഗങ്ങളെ തീരുമാനിച്ചിരിക്കണമല്ലോ. അപ്പം പറയും. PM ശ്രീയിൽ VD സതീശൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. PM ശ്രീയുടെ ഫണ്ട് കേരളം വാങ്ങിയില്ല എന്നും ലഭിച്ചത് SSK ഫണ്ടാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ മരവിപ്പിക്കുന്നു എന്ന കത്ത് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട് എന്നും സ്കൂളുകളുടെ പട്ടിക പോലും അന്ന് കൊടുത്തിരുന്നില്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു. പൂർണ്ണമായും BJPക്ക് കീഴടങ്ങിയിട്ടാണ് നിലവിലെ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശിച്ചു. ആദ്യം PM ശ്രീന്റെ അനുകൂലിച്ചുകൊണ്ട് കത്ത് കൊടുത്തു. രണ്ടാമത് ക്യാബിനറ്റ് ചർച്ച ചെയ്തപ്പോൾ അത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ ചെയർമാനായിക്കൊണ്ടൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. അതിന് ശേഷം ആ സബ് കമ്മിറ്റി കൂടിയിട്ടുമില്ല, ഒരു നടപടി സ്വീകരിച്ചിട്ടുമില്ല. രണ്ടാമത് ക്യാബിനറ്റ് തീരുമാനപ്രകാരം കെപ്റ്റിന്റെ അബൈൻസ് ഇത് മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ സഹകരിക്കുന്നില്ല, മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്റെ ഫയലിലുണ്ട്, ഓഫീസിന്റെ ഫയലിലുണ്ട്. ഒരു നയാ പൈസ ഇതിന്റെ ഭാഗമായിട്ട് വാങ്ങിയിട്ടില്ല. കാരണം എവിടെയാണ്, ഏത് ബ്ലോക്കിലാണ് നടപ്പിലാക്കേണ്ടത്, ഏത് സ്കൂളുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരിക എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അത് നടപ്പിലാക്കിയത് മരവിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഈ ഗവൺമെന്റിന് അത് മരവിപ്പിക്കണമെങ്കിൽ തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് BJPക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിട്ടൊരു നിലപാടാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ മണ്ണിട്ട് മൂടിയ പദ്ധതിയെ കുഴിമാന്തിയെടുത്ത് തലയിൽ വെക്കുകയാണ് ഈ സർക്കാരെന്നും കോൺഗ്രസ് ജയിക്കുകയും BJP ഭരിക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ അവസ്ഥയെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് വിമർശിച്ചു. മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണയുള്ള VD സതീശൻ എന്തായാലും PM ശ്രീയിൽ ഒപ്പിടാൻ തയ്യാറാകില്ലെന്നും കേട്ടത് തെറ്റായ വാർത്തയായിരിക്കുമെന്നും DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും പരിഹസിച്ചു. മണ്ണിട്ട് മൂടിയ ഒരു പദ്ധതിയെ വലിച്ചെറിയും എന്ന് പറഞ്ഞവർ കുഴിമാന്തിയെടുത്ത് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസ് ജയിക്കുകയും BJP ഭരിക്കുകയും ചെയ്യുന്നതിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത് ചിലപ്പോൾ തെറ്റായ വാർത്തയാവാനാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടത് തെറ്റായിരിക്കും. PM ശ്രീയിൽ തുടരാൻ ഒരു കാരണവശാലും മുസ്ലിം ലീഗിന്റെ പിന്തുണയുള്ള, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള VD സതീശൻ തയ്യാറാകില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ടി വരുമെന്ന് BJP മുൻപേ പറഞ്ഞതാണെന്നും അത് നടപ്പിലാക്കണമെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് മുൻ സർക്കാരിന്റെ കാലത്തെ അറിയാമായിരുന്നുവെന്നും BJP നേതാവ് K സുരേന്ദ്രൻ വ്യക്തമാക്കി. കരിക്കുലത്തിൽ മാറ്റം വരുത്തില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വെറുതെയാണെന്നും ഇന്ത്യ എന്താണോ പഠിക്കുന്നത് അത് കേരളവും പഠിക്കുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാദം ആരെങ്കിലും വിശ്വസിക്കുന്ന വാദമാണോ? കരിക്കുലത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാരെ പറ്റിക്കാനാണ്? ഒരു പ്രാവശ്യം പറ്റിച്ച മതമൗലികവാദ സംഘടനകളെ, മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിയെ, CPI പോലുള്ള അർബൻ നക്സൽ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരെ വീണ്ടും പറ്റിക്കുകയാണോ? ആർക്കറിയാത്തത്? കരിക്കുലത്തിൽ ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ചുമ്മാ പറയുന്നതാണ് VD സതീശൻ. ഹാൻസ് ജോൺ ആണ് ഇതിന്റെ വിശകലനത്തിനായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്. ഹാൻസ് പത്രസമ്മേളനത്തിൽ ഇരുന്നതാണ്, മുഴുവനായും ഇത് കേൾക്കുകയും ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഹാൻസ് ഇതുപോലെയുള്ള പത്രസമ്മേളനത്തിനും ബൈറ്റുകൾ എടുക്കാനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സമയത്തെ പ്രസ്താവനകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി നുണ പറയുന്നു എന്ന് പല പ്രചാരണങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്കും ഈ ഘട്ടത്തിൽ അതുപോലെ വിശ്വസിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് സർക്കാരിൻ്റെ ഒരു തീരുമാനം അവതരിപ്പിക്കുവാൻ തന്നെ അദ്ദേഹത്തിന് നുണയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇന്ന് PM ശ്രീയുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു. അത് സംസ്ഥാനത്തിൻ്റെ കരിക്കുലം താല്പര്യങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ സമൂഹത്തോട് പറയുവാൻ വേണ്ടി, ഒരു തീരുമാനം പറയുവാൻ വേണ്ടി ഇന്ന് 3 പച്ചക്കള്ളമാണ് നമുക്ക് പോയിൻ്റായി എടുത്തു പറയുവാൻ കഴിയുന്നത്. അതിൽ ചോദ്യത്തിൽ നിന്ന് വഴുതി മാറാൻ പലകുറി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോയിൻ്റായി തന്നെ എടുത്തു പറയാൻ പറ്റുന്നത് അത് കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ടതുകൊണ്ട് നമ്മൾ ഇതിൽ തുടരാൻ നിർബന്ധിതരാണ്. 2, പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞ സർക്കാർ പണം കൈപ്പറ്റി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 3, പദ്ധതി മരവിപ്പിച്ചെന്ന് കേന്ദ്രത്തെ അറിയിക്കാൻ കത്തയച്ചിട്ടില്ല. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് എന്താണ് നേട്ടം? അതുകൊണ്ട് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞ, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യത്തെ വിഴുങ്ങിയിട്ട് വേണം ഈ കാര്യം പുതുതായി എന്ന് പറഞ്ഞ് ഒരു വാദങ്ങൾ മുന്നോട്ട് വെക്കാൻ എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത് BJP CPIM-ൻ്റെ ഡീലിൻ്റെ അടിസ്ഥാനം, ഒരു ലിങ്ക് ആണ് നിലവിൽ ഈ PM ശ്രീ എന്ന് പറയുന്നത്. പൂർണ്ണമായും കേന്ദ്ര വിദ്യാഭ്യാസ നയം ഉൾക്കൊള്ളിച്ചുള്ള ഇതിന് കീഴടങ്ങുക വഴി ഒരു RSS അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞ് രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു. അത് സംഘപരിവാറിന് കീഴടങ്ങുകയാണെന്ന് പറഞ്ഞു, RSS അജണ്ട ഈ സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, UDF അധികാരത്തിലേറിയാൽ ഇത് തുടരില്ല എന്നും കൂടിയായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ NEP അംഗീകരിക്കില്ല എന്ന്, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ നയം നമ്മുടെ കരിക്കുലത്തെ ബാധിക്കില്ല, ഇവിടെ ഉൾപ്പെടുത്തില്ല എന്ന് ആവർത്തിച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറയുന്നതായിട്ട് എനിക്ക് അങ്ങനെയാണ് ഓർമ്മ. തീർച്ചയായും ഹാൻസിനും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും എന്താ ഈ നുണകളുടെയൊക്കെ ശരിയായ വസ്തുത എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ കേരള സമൂഹത്തിൽ ഇത് കേൾക്കുന്ന, എഴുതാനും വായിക്കാനും കേൾക്കാനും അറിയാവുന്ന, കേട്ടിട്ട് മനസ്സിലാവുന്ന ആളുകൾക്ക് ഉറപ്പായും ഇതിൻ്റെ ഒരു ഏറെക്കുറെ വസ്തുതയും ചിത്രവും ഒക്കെ നിലവിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇന്ന് V. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ തന്നെ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രാപ്യത, തുല്യത, ഗുണത ഒക്കെ ഉറപ്പാക്കുന്ന SSK, ആ ഫണ്ട്, അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഈ SSK ഫണ്ട് മരവിപ്പിച്ചു. എന്തുകൊണ്ട്? ഈ 2020 വന്ന ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഇപ്പോൾ ഈ പറയുന്ന PM ശ്രീ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് സത്യത്തിൽ മുഴുവൻ കേന്ദ്ര നയങ്ങളെയും ഷോക്കേസ് ചെയ്യുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് ഇതിൽ ഒപ്പിടാൻ വേണ്ടി കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും അന്ന് വിമുഖത കാണിച്ചു. മറ്റു പലരും അതിൽ ഒപ്പിട്ടു. അതിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവർ വലിയ വായിൽ വർത്തമാനം പറയുന്ന ഇവരുടെ അതേ പാർട്ടിയിൽ ഉൾപ്പെട്ട ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പലരും അതിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ ഈ കേരളത്തിന് മുമ്പേ തന്നെ. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്നിട്ട് ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ 2022 മുതൽ കാര്യമായ സമ്മർദ്ദം തുടങ്ങി കേരളത്തിന് മുകളിൽ. അതിനുശേഷവും അതിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതോടെ 2023-24 കാലയളവിൽ SSK ഫണ്ടങ്ങ് മരവിപ്പിച്ചു. ഫണ്ടങ്ങ് മരവിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 1500 കോടിയോളം രൂപയാണ് നമുക്ക് ലഭിക്കേണ്ടത്, തടസ്സപ്പെട്ടിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി ഞാൻ മനസ്സിലാക്കുന്ന വിവരം. ഇനി ഈ 1500 കോടിയോളം രൂപ SSK ഭാഗമായി നമുക്കിവിടെ ലഭിക്കാനുള്ളതുകൊണ്ട് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ MOU നമ്മൾ ഒപ്പിടുന്നത് എന്നും V. ശിവൻകുട്ടി കൃത്യമായും പറഞ്ഞതാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയം എന്നുള്ളത് അതിവിടെ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ കരിക്കുലത്തെ ബാധിക്കാത്തതുപോലെയാണ് ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം അന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും പക്ഷേ ഇപ്പോൾ VD സതീശൻ ഇവിടെ ഇക്കാര്യങ്ങൾ പറയുമ്പോഴും ഇപ്പോൾ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, BJP അജണ്ട ഇതാണ്, PM ശ്രീയാണ് ഇവർ തമ്മിലുള്ള ഡീല്, ഈ കാര്യങ്ങളൊക്കെ വലിയ ഗീബൽസിയൻ തന്ത്രത്തിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഒരു ലോഡ് വോട്ടും പെട്ടിയിലാക്കി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതല്ലേ അതിലെ ഏറ്റവും വലിയ വസ്തുത എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതും വിഴുങ്ങ്, അതുമാത്രവുമല്ല ഇത് അതേപടി ഈ ക്യാപ്സ്യൂൾ വിഴുങ്ങാതെ ഷംസുദ്ദീൻ ഒരു കാര്യം മാത്രം ആ കാര്യത്തിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി സത്യം പറഞ്ഞിട്ടുണ്ട്, അത് MOU മരവിപ്പിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഇതെന്താ വല്ല പത്മവ്യൂഹവും മറ്റോ ആണോ? അങ്ങോട്ട് കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റാത്തത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും ഈ ഘട്ടത്തിൽ. എന്തായിരുന്നു ഈ MOU ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു 5 മിനിറ്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാവുന്ന ഒരു കാര്യമില്ലേ. അതിൽ പറയുന്നത് 1 മാസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ ഈ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള ക്ലോസ് അതിനുള്ളിലുണ്ട്. സത്യത്തിൽ ആ MOU വായിച്ചു നോക്കുന്ന പൊതുമധ്യത്തിലൊക്കെ ലഭ്യമാണ്. ആർക്കെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അത് 16/10/2025 സംസ്ഥാനം അതിൽ ഒപ്പിടുന്നു. അതുമാത്രമല്ല അതിനുശേഷം 12/11 അടുത്ത മാസം 12/11/2026, അതായത് 30 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇതിനോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിവെക്കാനായിട്ടുണ്ട് മുൻ ഗവൺമെൻറ്റിന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഒരു ഉപസമിതി ഇതിനെ പഠിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പറയുന്നത് LDF-ൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അവരത് മരവിപ്പിച്ചു എന്നുള്ളത്. LDF-ന് മാത്രമായിരുന്നോ പ്രശ്നം? പ്രതിപക്ഷത്തിന് മുഴുവൻ പ്രശ്നമായിരുന്നില്ലേ? എന്തായിരുന്നു ലീഗിൻ്റെയൊക്കെ ഇക്കാര്യത്തിലുള്ള സ്റ്റാൻഡ്? നിലവിൽ കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ മുഖ്യമന്ത്രി പറയുന്ന നുണ ക്യാപ്സ്യൂളുകൾ ആയിട്ടല്ലേ നമ്മൾ കാണുന്നത്? എൻ ഷംസുദ്ദീനും മറിച്ചാണോ പറയുന്നത്? കേന്ദ്രം, മറ്റ് സർക്കാരാണ് ഇത്തരമൊരു പണിയൊപ്പിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഈ തലവേദന വഹിക്കേണ്ടി വരുന്നു
എന്നുള്ളതല്ലേ പറയുന്നത്. സത്യത്തിൽ ഇവർക്ക് ഈ പദ്ധതിയുമായി അങ്ങ് മുന്നോട്ട് പോകണം. പക്ഷേ അത് ഈ വിധം അവതരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ മുഖംമൂടിയും ഇവരുടെ തന്നെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് മുന്നേ ഒരു സർക്കാർ ഉണ്ടായതുകൊണ്ട് അവരുടെ തലയിലിട്ട് വേണം നിലവിൽ ഇതൊക്കെ ഒന്ന് നടപ്പാക്കിയെടുക്കാൻ. കാരണം അത്രയധികം ഫണ്ട്, അത് അവകാശപ്പെട്ട ഫണ്ടാണ് സംസ്ഥാനത്തിന്. അതാണ് ഇതിൻ്റെ ബേസിക്. അത് ഈ വിമർശിക്കുന്നവരൊന്നും ആ ഘട്ടത്തിൽ ആലോചിക്കുന്നില്ല. SSK ഫണ്ട് മാത്രമായിട്ട് ആ ഘട്ടത്തിൽ 1500 കോടിയാണ് മുടങ്ങിയിരുന്നത് എന്ന് കരുതി ഇത്തരം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഏറെക്കുറെ ഒരു 6 ലക്ഷം കോടിയുടെ ഫണ്ട് വിനിയോഗം മുഴുവൻ നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് ഇതൊന്നും നമ്മൾ ഇത്തരം നയങ്ങളുമായി നമ്മുടെ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന പശ്ചാത്തലത്തിലാണ് ഇതിൽ ചില മാറ്റങ്ങളോടുകൂടി തന്നെ നമുക്ക് ഈ ഫണ്ടുകൾ വാങ്ങിയെടുക്കുവാൻ പറ്റും. അന്നും ഇതേ വാചകം തന്നെയായിരുന്നു വി ശിവൻകുട്ടി ഉപയോഗിച്ചിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തിനാണ് നമ്മുടെ ഫണ്ട് നമ്മൾ ലാപ്സ് ചെയ്യുന്നത്? അത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ടതല്ലേ? ഇവിടെ ഉള്ളവരല്ലേ അതിൻ്റെ ഗുണഭോക്താക്കൾ, അത് കിട്ടേണ്ടതല്ലേ എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും നിലവിൽ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആരൊക്കെയാണ് നേരത്തെ രാജസ്ഥാൻ ഒപ്പിട്ടിരുന്നു, മധ്യപ്രദേശ് ഒപ്പിട്ടിരുന്നു, കർണാടക, തെലങ്കാന, ഇപ്പോഴത്തെ രേവന്ത് റെഡ്ഡിയും സിദ്ധരാമയ്യൊക്കെ അവിടെ ഇരുന്ന സമയത്ത് തന്നെ ഇവരൊക്കെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടവരാണ്. അപ്പോൾ അതിനൊക്കെ ഇവർ ഈ ഘട്ടത്തിൽ ന്യായം നിരത്തുമോ എന്നുള്ളതാണ്. BJPക്ക് കീഴടങ്ങി, സംഘപരിവാരത്തിന് കീഴടങ്ങി RSS അജണ്ടയാണ് അവരൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ ചോദിക്കേണ്ടതാണ്. എന്തായാലും ഈ നിലപാടിൻ്റെ രാജകുമാരൻ്റെ ഇത്തരത്തിലുള്ള വാചക കസർത്ത് കണ്ടിട്ട് നിലപാട് ഈ ഐറണിയിൽ തൂങ്ങിച്ചത്തു എന്ന് വേണമെങ്കിൽ കൂടി പറയേണ്ട ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. ഹാൻസിന് എന്താണ് തോന്നുന്നത്? ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ നുണ മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഒരു പുകമറ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി എന്നാണ് എല്ലാ മന്ത്രിമാരും, UDF സർക്കാരിലുള്ള എല്ലാ മന്ത്രിമാരും പറയുന്നത്. മുഖ്യമന്ത്രിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാം അല്പസമയം മുമ്പ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചതടക്കം അങ്ങനെയാണ്. PM ശ്രീ പദ്ധതിയുമായി തുക വാങ്ങിക്കഴിഞ്ഞു. PM ശ്രീയിൽ എവിടെ നിന്നാണ് പണം വാങ്ങിയതെന്നാണ് ഈ മന്ത്രിമാർ ആദ്യം വ്യക്തമാക്കേണ്ടത്. കാരണം PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടാക്കുന്ന ഒരു കരാറാണ്. അതിൽ ഒരു വർഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക്, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പരമാവധി 265 സ്കൂളുകൾ, ഈ സ്കൂളുകൾക്കെല്ലാം ഓരോ വർഷവും 1 കോടി രൂപ വീതം ലഭിക്കും. അങ്ങനെ 5 കോടി രൂപ 5 വർഷം, അത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതാത് സ്കൂളുകൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു തുക ഇതുവരെയും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല. SSK ഫണ്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അത് 99 കോടി രൂപ അല്ലെങ്കിൽ 92 കോടി രൂപയാണെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പറഞ്ഞത്. പക്ഷേ 99 കോടി രൂപയെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ 90 കോടി രൂപ അടുത്ത് അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും PM ശ്രീയുടെ 1 രൂപ പോലും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രസ്താവനയിൽ തന്നെ ആദ്യം തന്നെ വലിയൊരു പുകമറ സൃഷ്ടിക്കുന്നു. ഏതോ തരത്തിൽ PM ശ്രീ പദ്ധതിയുമായി ഇടത് സർക്കാർ, നേരത്തെ LDF സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പണം വാങ്ങി, ആ പണം വാങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള പുകമറയാണ് ആദ്യം UDF സർക്കാരും അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിമാരും സൃഷ്ടിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ NEP നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. SCRT-യുമായി ബന്ധപ്പെട്ട് കരിക്കുലം തന്നെ നടപ്പിലാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷേ ഇത് തന്നെയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയും പറഞ്ഞിരുന്നത്. അന്ന് വി ശിവൻകുട്ടി ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റുണ്ട്. ഇത് തന്ത്രപരമായ ഒരു തീരുമാനമാണെന്നുള്ളതാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പണം വേണം, വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. അതുകൊണ്ട് തന്നെ ഈ SSK-യിലൊക്കെ ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ അധ്യാപകരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പണം നൽകാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തന്ത്രപരമായ തീരുമാനമാണ്. ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം PM ശ്രീ പദ്ധതി എന്നുള്ളൊരു പദ്ധതിയിൽ ഒപ്പിടുക, അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഫണ്ടുകൾ, SSK ഫണ്ട് അടക്കമുള്ള ഫണ്ടുകൾ വാങ്ങിയെടുക്കുക, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും വാങ്ങേണ്ട എന്നുള്ള നിലപാടായിരുന്നു ഇടത് സർക്കാരിനുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതൊരു തന്ത്രപരമായ തീരുമാനം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 90 കോടി രൂപ ലഭിക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ UDF സർക്കാർ ചെയ്യുന്നത് ഈ ഒരു പഴി, അല്ലെങ്കിൽ PM ശ്രീയിൽ ഒപ്പിട്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് അത് ഇടത് സർക്കാർ മൂലമാണ് എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് നൽകുന്നത്. മറ്റേത് അവിടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പണം വേണമെന്നുള്ള പ്രശ്നമായിരുന്നു. പക്ഷെ അത് പറയാതെ
ഇടത് സർക്കാരിൻ്റെ മുകളിലേക്ക്, അവരുടെ തലയിലേക്ക് ഈ പ്രശ്നമിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. RSS അജണ്ട നടപ്പിലാക്കാൻ ചുക്കാൻ പിടിച്ചത് ഇടത് സർക്കാരാണ് എന്നുള്ളൊരു വ്യാഖ്യാനമാണ് ആദ്യം തന്നെ നൽകാൻ ശ്രമിക്കുന്നത്. പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധി, 1100 കോടിയിലധികം രൂപ ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. ഈ 1100 കോടി രൂപയും എപ്പോൾ ലഭിക്കും, എങ്ങനെ ലഭിക്കും, എത്ര രൂപ ലഭിക്കും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ലഭ്യമാണ്. ഈ 2023-24 കാലഘട്ടത്തിൽ കേന്ദ്ര വിഹിതമായി ആകെ ലഭിക്കേണ്ടിയിരുന്നത് 421 കോടി രൂപയാണ്. അതിൽ 188 കോടി രൂപ കുടിശ്ശികയുണ്ട്. 2024-25 കാലഘട്ടത്തിൽ 513 കോടി രൂപ ലഭിക്കാനുണ്ടായിരുന്നു, അതും ലഭിച്ചിട്ടില്ല. 2025-26 446 കോടി, അഥവാ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 446 കോടി രൂപ ലഭിക്കാനുണ്ട്. അങ്ങനെ ആകെ മൊത്തം 1158 കോടി രൂപ ലഭിക്കാനുണ്ട്. ഈ മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ തുക ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ എത്ര രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. നേരത്തെ ഈ പദ്ധതി ഒപ്പിട്ടതിന് പിന്നാലെ 90 കോടി മാത്രമാണ് ലഭിച്ചത്. 106 കോടി രൂപ അനുവദിച്ചിട്ട് മാസങ്ങളായി ഇതുവരെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ തുക ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഈ തുക ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സ്കൂളുകൾ സംസ്ഥാന സർക്കാർ ഏതൊക്കെ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു നിയമം കൊണ്ടുവരേണ്ടതോ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം എടുക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന പ്രത്യേകമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിലോട്ട് വെക്കേണ്ട സാഹചര്യമില്ല. കാരണം PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളാണ് ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിലൊന്ന് ധാരണാപത്രം ഒപ്പിടുക എന്നുള്ളതാണ്. അത് ആദ്യത്തെ ഘട്ടമാണ്. ഈ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ UDISC പോർട്ടൽ എന്നൊരു പോർട്ടലുണ്ട്. ഈ പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഒരു സംസ്ഥാനത്തെ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. ആ പ്രസിദ്ധീകരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ട സ്കൂളുകൾക്ക് ബന്ധപ്പെട്ട വിവരം ലഭിക്കും. അവർ ഇതുമായി ബന്ധപ്പെട്ട ആ പോർട്ടലിൽ എന്താണോ പറയുന്നത്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ ആ വിവരങ്ങൾ ഈ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നീട് ഈ വിവരം ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനാണ്. ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ സ്കൂളുകൾ നേരിട്ട് സന്ദർശിക്കുക, അതൊരു ടീമാണ്. അവർ നേരിട്ട് സ്കൂളുകൾ സന്ദർശിക്കുകയും ഈ സ്കൂളുകൾ അപ്ലോഡ് ചെയ്ത മാനദണ്ഡങ്ങൾ അഥവാ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ ഈ സ്കൂളുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഏതൊക്കെ സ്കൂളുകളിലാണ്, അഥവാ 265 സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്ത് PM-ശ്രീ പദ്ധതി നടപ്പിലാക്കും. ആ സ്കൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഒരു പട്ടിക കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഉള്ള നിയമപ്രകാരം സംസ്ഥാന സർക്കാർ തന്നെയാണ് ഏതൊക്കെ സ്കൂളുകളിലാണ് ഈ പദ്ധതി വരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ആ ഒരു പശ്ചാത്തലത്തിലാണ്, അതിന് മുകളിലാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും ഏതൊക്കെ സ്കൂളുകളാണ് വേണ്ടത്, ആ ഒരു നിബന്ധന ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നുള്ളത്. UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരുകളിൽ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചെലവുള്ള വകുപ്പുകളിലൊന്നാണ് പൊതുവിദ്യാഭ്യാസം. വലിയ ചെലവാണ്, ഓരോ വർഷം കോടികളുടെ ചെലവ് ഓരോ വർഷവുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും അധികം തുക പിടിച്ചു വെക്കപ്പെട്ടാൽ അത് മുഖ്യമന്ത്രി കൂടി കൈകാര്യം ചെയ്യുന്ന ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഓരോ തുകയും കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും മറ്റ് എവിടെ നിന്നാണെങ്കിൽ പോലും ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെലവുള്ള വകുപ്പിൽ എവിടെ നിന്നൊക്കെ തുക ലഭിക്കാനുണ്ട് ആ തുകയെല്ലാം വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ ഇടത് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഈ തുക കിട്ടാൻ വേണ്ടിയാണ് ഒപ്പിട്ടത് എന്നുള്ളത് നേരിട്ട് പറഞ്ഞു. പക്ഷേ ഇത് പറയാതെ പറയുകയാണ് UDF സർക്കാർ ചെയ്തത്. പക്ഷേ അതേസമയം ഈ RSS നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ശ്യാമിലി പറഞ്ഞ പോലെ കഴിഞ്ഞ സമയത്ത് ഈ ഇടത് സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ RSS അജണ്ട നടപ്പിലാക്കും എന്ന് പറഞ്ഞവർ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിമർശനങ്ങൾ, സ്വാഭാവികമായിട്ടും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന് പറഞ്ഞാൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അതിന് പകരമായി ഇടത് സർക്കാർ ഒപ്പിട്ടു, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ജൂൺ മാസമായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി 2022-2027 കാലഘട്ടത്തിലാണ്. 5 വർഷമാണ് ഒരു PM-ശ്രീ പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു കരാറിൻ്റെ കാലാവധി. ഇനിയിപ്പോൾ നിലവിൽ കേരളം ഒപ്പിട്ടിരിക്കുന്ന PM-ശ്രീ പദ്ധതിയുടെ കാലയളവ് 9 മാസം മാത്രമാണ്. ഈ 9 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിന് എത്ര രൂപ ലഭിക്കും? സ്വാഭാവികമായിട്ടും ഈ നടപടിക്രമങ്ങൾ, ഈ സ്കൂളുകൾ തിരഞ്ഞെടുക്കുക, ആദ്യം തന്നെ ഈ ഉപസമിതി ചേരണം. ഉപസമിതി ആദ്യം നിബന്ധനകൾ തയ്യാറാക്കണം. ആ നിബന്ധനകൾ കേന്ദ്രത്തിന് അയക്കണം. കേന്ദ്രം ഈ നിബന്ധനകളും കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ ചർച്ച ചെയ്യണം. ഈ നിബന്ധനകൾ, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം. ഇതിന് സ്വാഭാവികമായിട്ടും ഒരു സമയപരിധി ഉണ്ട്.
അതെല്ലാം കഴിഞ്ഞ് കുറഞ്ഞത് 3 മാസമെങ്കിലും വേണം ഈ സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കാൻ. ഈ സ്കൂളുകൾ അതിനോടൊപ്പം തന്നെ ഈ പോർട്ടൽ എപ്പോഴും തുറക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ മാത്രമായിരിക്കും തുറക്കാൻ കഴിയുക. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ 8 മാസ കാലയളവിൽ എന്ത് നിയമപരമായ പ്രശ്നമാണ് സംസ്ഥാന സർക്കാരിന് PM ശ്രീയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നടക്കമുള്ള സംശയങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സാമ്പത്തികമാണ് പ്രശ്നം. അതിനുള്ള പരിഹാരമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. ശ്യാമലി, ശരി, അതിനുള്ള പരിഹാരം വളരെയധികം കാര്യമായി തന്നെ അങ്ങ് നുണ പറഞ്ഞ് അതങ്ങ് നടത്തിയെടുക്കുക. അതിൻ്റെ പാപഭാരം ഏൽക്കാൻ വയ്യ, പക്ഷെ പണം വേണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളും അതിൽ കഴിഞ്ഞ സർക്കാരും നിലവിലെ സർക്കാരും സ്വീകരിച്ച നിലപാടുകളും സംബന്ധിച്ചാണ് നിലവിലെ ചർച്ച. കഴിഞ്ഞ LDF സർക്കാർ പദ്ധതിയിൽ ഒപ്പിടുകയും പിന്നീട് അത് മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പദ്ധതിയുടെ നിലവിലെ സ്ഥിതി. അന്ന് ആ നടപടിയെ എതിർക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നവരുമാണ് നിലവിലെ സർക്കാരിൻ്റെ ഭാഗമായ നേതാക്കൾ. എന്നാൽ മുൻപ് പല വിഷയങ്ങളിലും സ്വീകരിച്ചതിന് സമാനമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉന്നയിച്ച വിമർശനങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായാൽ പറയാൻ സാധിക്കില്ലല്ലോ എന്ന അതേ പല്ലവിയാണ് ഈ വിഷയത്തിലും മന്ത്രിമാർ അടക്കമുള്ളവർ സ്വീകരിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള PM ശ്രീ ബോർഡ് സ്കൂളുകളിൽ സ്ഥാപിക്കേണ്ടിയും വരും. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതെല്ലാം എങ്ങനെയാകും പ്രതിഫലിക്കുകയെന്ന് UDF നേതാക്കൾ ഇതിനോടകം കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പാഠ്യപദ്ധതിയിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കരിക്കുലം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമോ എന്നാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത്. PM ശ്രീ പദ്ധതിയുമായി കേരളം സഹകരിക്കുമെന്ന ഉറപ്പായ സ്ഥിതിക്ക് സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങളിലും കരിക്കുലത്തിലും എന്തെല്ലാം മാറ്റങ്ങളാകും ഉണ്ടാകുകയെന്നതും കാത്തിരുന്ന് തന്നെ കാണണം. ഇടവേള.